ഇപ്പോൾ ആനകൾ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ആയിട്ടുള്ളത്. അതിൽ നിരവധിയായിട്ടുള്ള ഈ പൂരപ്രേമികൾ പോലെ തന്നെ ആനപ്രേമികളും സജീവമാണ്. നമ്മുടെ കുറച്ച് ചേട്ടന്മാരുണ്ട് അവിടെ പ്രത്യേകമായിട്ട് യൂണിഫോം ഒക്കെ ധരിച്ച് അവർ അതെ എലിഫൻറ്റ് സ്ക്വാഡാണ്. ചോദ്യശരങ്ങളാണോ? അപ്പോ മൈക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ മനുഷ്യന്മാർ കേൾക്കോ പറയുന്നേ? അല്ലല്ല, നമ്മൾ ലൈവിൽ തന്നെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ആനച്ചൂര് എന്നുള്ള ഒരു എങ്ങനെ സംഭവം 7 വർഷമായിട്ട് തുടങ്ങിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. പിന്നീട് അത് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം കാലത്തിനനുസരിച്ച് ഞങ്ങളും മാറ്റം വരുത്തി. പിന്നെ തിരുവമ്പാടി ശിവസുന്ദറിൻ്റെ മരണത്തിന് ശേഷം ഞങ്ങൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിൽ വരുന്ന ആനകൾക്കുള്ള തീറ്റപ്പുല്ല് ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കോവിഡായിട്ട് 2 വർഷം കൊടുക്കാൻ സാധിച്ചില്ല, ബാക്കി 5 വർഷം. ഇതിപ്പോൾ 5ാമത്തെ വർഷമാണ്. ഇപ്രാവശ്യം 10 ടണ്ണ് പുല്ലാണ് പാലക്കാട്ടിൽ നിന്നാണ് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. എങ്ങനെ സമാഹരിക്കുന്നത് പരിപാടികൾ നിങ്ങൾ സമാഹരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വർഷം ആന കലണ്ടർ ഇറക്കാറുണ്ട്. അത് ജില്ലാ ബേസിലല്ല, നമ്മളെ ഗ്രൂപ്പിലുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരയ്ക്കുള്ള മെമ്പർമാർ ഞങ്ങൾ 35 പേര്. ഇപ്പോൾ ഇതിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് പേര് വിദേശത്താണ്, കുറച്ച് പേര് കേരളത്തിന് പുറത്താണ്. എത്തിപ്പെടാൻ പറ്റാത്ത, പിന്നെ ജോലി സംബന്ധമായ തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് എത്താൻ പറ്റാതില്ല. പക്ഷെ ഇങ്ങനെയാണ് ഫണ്ട് ട്രേസ് ചെയ്യുന്നത്. പുല്ല് ശേഖരിക്കുന്ന ഒരു വലിയ തൊഴിലാണല്ലോ, വലിയ ശ്രമകരമായിട്ട്. കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു ചേട്ടനുണ്ട്. പിന്നെ പുല്ല് കിട്ടാൻ ഇപ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടി, കാരണം മഴ ഇല്ല, വേനലിൻ്റെ ചൂട് കാരണം കിട്ടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. എന്നാലും ഇത് കൊടുക്കണം എന്നുള്ളൊരു വാശി കൊണ്ട് പാലക്കാട് മറ്റേ ചിറ്റൂര് ആ ഏരിയയിൽ നിന്നാണ് പുല്ല് ഇപ്രാവശ്യം ഇറക്കിയത്. കണ്ണമ്പ്ര അങ്ങനെ 2-3 സ്ഥലങ്ങളിൽ ഇതായിട്ട് കളക്ട് ചെയ്തു. പൂരം എങ്ങനെയാ ഇത്തവണ ഒരു വ്യത്യസ്തമാകുന്നത്? പൂരം വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ കഴിഞ്ഞ വർഷത്തെ അങ്ങോട്ട് ഈ വർഷം കുറച്ചും കൂടി മുന്നോട്ടാവണം എന്നാണ് ഞങ്ങളെ പൂരം പ്രേമികളായ ഞങ്ങൾക്കൊക്കെ ആഗ്രഹം. അതുപോലെ തന്നെ ആവാനാണ് ആൾക്കാരുടെ ഒരു പങ്കാളിത്തം. രാവിലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. നല്ല രീതിയിലുള്ള വേനലിലെ ചൂട് ഒരുപാട് വ്യത്യാസം വന്നു, കാലാവസ്ഥയിൽ തന്നെ ഒരുപാട് മാറ്റം വന്നു. പക്ഷെ അതിനൊന്നും വകവെക്കാതെ പൂരപ്രേമികളെ കാണുമ്പോൾ നമുക്കും കൂടെ എനർജിയാണ്. നിങ്ങളുടെയൊക്കെ പേരെന്ന് പറഞ്ഞു? ഷിജിൻ, നിയാസ്, അഖിൽ, കാർത്തിക്, അജിത്ത്, പ്രവീൺ, ബാലഗോപാലൻ, സ്നിഹിൽ, സുമേഷ്, സ്മിനേഷ്, അനന്തു, രാഹുൽ, ഷിബു, അരുൺ, അനീഷ്, വിഷ്ണു. ഈ വിവിധങ്ങളായിട്ടുള്ള ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ? എവിടെ നിന്നൊക്കെ ഉള്ളവരാണ്? മലപ്പുറം, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് വരെ ഇവിടെ എത്തിയിട്ടുള്ളൂ. കുറച്ച് പേര് ആനയുള്ള ഫോട്ടോസ് എടുക്കണം കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ അങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ച് പേര് ഗൾഫിലാണ്, കുറച്ച് പേര് കേരളത്തിന് പുറത്തുണ്ട്. അതായത് അന്യ സംസ്ഥാനത്തില് ഇങ്ങനെ ഈ ഇത്തരത്തിൽ ഇങ്ങനെ ഈ ജേഴ്സി പോലെ സംഭവം ഇട്ട് നടക്കുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കത്തില്ല. ഞങ്ങൾ ഇതെന്താന്ന് വെച്ചാല് ഇപ്രാവശ്യമാണ് ഞങ്ങൾ ഈ ഡ്രസ് കോഡിലേക്ക് മാറിയത്. ഇതുവരെ ഞങ്ങൾ ഒരാളോടും പറയാതെ നമ്മളുടേതായ ഗ്രൂപ്പിൽ അങ്ങനെ നിയന്ത്രണത്തിൽ പോയിരുന്ന, ഒതുങ്ങിക്കൂടി പോയിരുന്ന. പക്ഷെ പിന്നീട് അത് പല മേഖലകളിൽ നിന്നുള്ള രീതിയിലുള്ള, അപ്പൊ പലരും അറിയുന്നില്ല എന്താ ചെയ്യുന്ന, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ടുള്ള പരിപാടികളും നടത്തേണ്ട ഈ ഒരു സംഘടന ആനച്ചൂര് സംഘടന. പലർക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി, നിങ്ങൾ ഈ കലണ്ടർ വെക്കുന്നത് എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് അത് വ്യക്തമായിട്ടുള്ളൊരു ഇത് കാണിക്കണം. അപ്പൊ അതിനൊരു ഈ ഇങ്ങനെ ഒരു പരിപാടികൾ ഇനിയും തുടരട്ടെ നമ്മൾ സംഘടന ഉള്ളിടത്തോളം കാലം ഞങ്ങളിത് മുന്നോട്ട് തുടർന്ന് പോകും. കൂടുതൽ അംഗങ്ങൾ അതിനകത്തേക്ക് വരട്ടെ. ഇപ്പം ഒരുപാട് സ്നേഹം, സന്തോഷം. ഇപ്പം പൂരം കളറാക്കാം അല്ലേ?